മനസ്സിജിനെക്കുറിച്ച് നാട്ടിലാകെ അന്വേഷിക്കുന്ന വിനായകൻ. മനസ്സിജിനെ വിനായകൻ കുത്തുന്നതായി സ്വപ്നം കാണുന്ന കുട്ടിമണി. ചോറൂണിന് വരാനാകില്ല എന്ന രവിയുടെ ഫോൺ ബാലനെ വിഷമിപ്പിക്കുന്നു. ജോലി തേടിയെത്തുന്ന മനസ്സിജിനോട് കുട്ടിമണിയുടെ പേരിൽ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങാൻ ഉപദേശിക്കുന്ന മെമ്പർ. ശിവാനിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിനായകനോട് കള്ളം പറയുന്ന മനസ്സിജൻ. ബാങ്കിലെ പണമെടുക്കാനായി മതികലയുടെ ഒപ്പ് വാങ്ങാൻ ജലജയുടെ ശ്രമം. മതികലയുടെ ഭാവമാറ്റത്തിൽ ജലജയ്ക്ക് സംശയം. സുഖമില്ലാത്ത കുട്ടിമണിയുടെ പേരിൽ ലോൺ കിട്ടില്ല എന്ന് മനസ്സിജൻ. കുട്ടിമണിക്ക് വേണ്ടി ലോൺ തന്റെ പേരിലെടുക്കാമെന്ന് സീത. ശിവാനിയെ വിവാഹം കഴിക്കാൻ പിച്ചളയോട് ആവശ്യപ്പെടുന്ന മനസ്സിജൻ. വയലോരം വീടിനേക്കാൾ പ്രാധാന്യമുള്ള എന്തോ കാര്യം മനസ്സിജന്റെ മനസ്സിലുള്ളതായി ബാലന് സംശയം. മതികല ഒരു അജ്ഞാതനോട് സംസാരിക്കുന്നത് ജലജ കാണുന്നു. പിച്ചളയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ശിവാനി. സീതയുടെ പേരിൽ ലോൺ പാസ്സായതായി മനസ്സിജൻ. കുട്ടിമണിയെ ഒഴിവാക്കി സീതയുമായി ബാങ്കിലേക്ക് പോകുന്ന മനസ്സിജനെ വിനായകൻ തടയുന്നു. വിനായകൻ ശിവയെ നാട്ടിലാകെ അന്വേഷിക്കുന്നു. കുട്ടിമണിക്ക് വേണ്ടി സീതയുടെ പേരിൽ ലോൺ കിട്ടുന്നു. പിച്ചള പൊള്ളാച്ചിയിലുള്ള കൂട്ടുകാരനിൽ നിന്നും പച്ചക്കറി എടുത്തു കൊടുക്കാമെന്ന് പറയുന്നു. ബിസിനസിനെ കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുമായി കുട്ടിമണി. തുടർന്ന് കാണുക. പിച്ചള ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിഞ്ഞാൽ പോരാ. പിച്ചളയുടെ ജീവിതത്തിലേക്ക് ശിവാനി വരണം. ഇണങ്ങാനും പിണങ്ങാനും നിഴലുപോലെ ഒപ്പം നിൽക്കാനും ഒരു ഭാര്യ, പിന്നെ കുസൃതി കാണിക്കാനും നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും ഒരു കുഞ്ഞ്. പിച്ചളെ, ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നു കയറുമ്പോൾ മാത്രമാ ഒരർത്ഥത്തിൽ നമ്മൾ പുരുഷന്മാരൊക്കെ ജീവിതം പഠിച്ചു തുടങ്ങുള്ളൂ. ഈ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നല് അങ്ങ് മാറൂല പിച്ചളെ. എന്റെ ബായ്, ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാന്ന്? നിങ്ങളൊക്കെ കൂടല്ലേ? നോക്ക്, ഇതൊന്നല്ലപ്പോ നമ്മളെ പ്രശ്നം. പച്ചക്കറി വ്യാപാരം എങ്ങനെ വിപുലപ്പെടുത്തണം, അത് മാത്രമേ മനസ്സിലുണ്ടാകാവൂ. കച്ചവടം എന്ന് പറയണത് പണം കൊണ്ടുള്ള ഒരു ഞാണുമക്കളിയാ. ഒരു അശ്രദ്ധയോ അലംഭാവമോ ഉണ്ടാവാൻ പാടില്ല. ശരി, ഇപ്പൊ ഞാൻ മറ്റൊന്നും മനസ്സിലിടുന്നില്ല. പിച്ചള ഐശ്വര്യമായിട്ട് യാത്ര തിരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ആ ബസ് സ്റ്റാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തിന്? പൊള്ളാച്ചിയിലേക്ക് നമ്മുടെ മെമ്പറും കൂടെ വരുന്നുണ്ട്. ആളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമായിരുന്നോ ബായ്? മെമ്പർ അല്ലാതെ വേറെ ആരെയും ബായ് കണ്ടില്ലേ? ഇത്രയും ദൂരം പിച്ചള ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ഓർത്തപ്പം തോന്നിയതാ. മാത്രമല്ല, ലോണിന് ഇറങ്ങി തിരിക്കുന്നിടം മുതൽ മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഒപ്പം വന്നോട്ടെ പിച്ചളെ. എന്റെ ബായി, അയാൾ ഇപ്പൊ ചാടി കയറി വരുന്നത് പൊള്ളാച്ചിന്ന് കമ്മീഷൻ അടിക്കാനാ. ഇങ്ങനെ ഒരു ഇരട്ടി ചെലവ് വേണമായിരുന്നോ? വന്നോട്ടെ, പിച്ചള ഒന്ന് നിയന്ത്രിച്ചാ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ശരി, അപ്പം ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ശരി. ബായി, എന്താ പിച്ചളെ? ആ വിനായകൻ ഇവിടെയൊക്കെ തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ശിവയുടെ ഫോട്ടോ കാട്ടി ഒരു അന്വേഷണമാണ് അയാൾ നടത്തുന്നത്. കടകളിലും കവലകളിലും ഉള്ളവരോട് കയറി ഇറങ്ങി അയാൾ ഫോട്ടോ കാണിക്കുക. അയാളുടെ അന്വേഷണം നമുക്കൊരു കുരുക്കാവോ ബായി? ഏയ് ഇല്ല പിച്ചളെ, ഇപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട നേരമല്ല. ഇപ്പോ നല്ലൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കുക. അത് നടക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായം ശിവ. പോയിട്ടോ. ശരി. പണ്ടത്തെ പോലെ ആർക്കും ഇപ്പൊ എന്നെ ഒരു ഭയവും ഇല്ലാതായി. ഇപ്പൊ ആരാ ഭയക്കണ്ടേ? എന്നെ തന്നെ. ഞാനൊരു വെളിച്ചപ്പാടല്ലേന്ന്. നിങ്ങൾ എവിടത്തെ വെളിച്ചപ്പാടാ? രാവിലെ ആ പത്രം എടുത്ത് അങ്ങോട്ട് വായിച്ചു നോക്ക്. തെരുവ് നായ്ക്കളെ പേടിച്ച് നടക്കുന്ന മനുഷ്യരെന്തിനാ നിങ്ങളെ പേടിക്കുന്നത്? അത് നേരാ. വെളിച്ചപ്പാടിന് മുന്നിലേക്ക് ഒരു പട്ടി ചാടി വീണാ ദേ ഇത്രയും വലിയ വാളുമുള ഇരിക്കുകയല്ലേ, അത് വീശിയിട്ടോ കുരുക്കിയിട്ടോ രക്ഷപ്പെടാം. 1.5 വയസ്സുള്ളൊരു ചോരക്കുഞ്ഞിന്റെ വലത്തെ ചെവിയാ ഇന്നലെ നായ കടിച്ചോണ്ട് പോയത്. പഞ്ചായത്ത് വക നായപിടുത്തക്കാർ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഓ, അതെങ്ങും എത്താൻ പോകുന്നില്ല. നമ്മുടെ മെമ്പറെ പോലുള്ളവര് പൊതുപ്രവർത്തനത്തിനാന്നും പറഞ്ഞിറങ്ങിയ നാട് നന്നാവോ? രാവിലെ തന്നെ സഭ കൂടിയോ? ആ, ദാ ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട്. 100 ആയുസ. അതെ, ഇരിക്കാൻ സമയമില്ല കേട്ടോ. ആ പതിവ് ചായ ഇങ്ങ് പോന്നാട്ടെ. ആ, അല്ലെങ്കിൽ വേണ്ട, ചായ എടുക്കണ്ട. അതെ, ഒരു ദൂരയാത്രയ്ക്ക് ഇറങ്ങിയതാ. മുമ്പ് ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി കയറി ഇരുന്നിട്ട് പോകുന്ന വഴിക്കെല്ലാം ഇറങ്ങേണ്ടി വന്നു. ഈ കക്കൂസ് തിരക്കി. മെമ്പർ എങ്ങോട്ടാ? തിരുവനന്തപുരത്തേക്കാ? അല്ല,
പിന്നെ പൊള്ളാച്ചി വരെ ഒന്ന് പോകണം. മെമ്പറുടെ പാർട്ടിക്ക് പൊള്ളാച്ചിയിൽ വേരോട്ടമൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പോക്കിനല്ല, ഇതേ വേറൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പോക്കാ. അപ്പൊ മെമ്പർ വീണ്ടും പാർട്ടി മാറിയല്ലേ? എന്തുവാ 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 നീ ചിരിച്ചത്? ഇതൊരു പുത്തരിയൊന്നും അല്ലല്ലോ, പാർട്ടി മാറി പോലും. എടാ, ഇത് നമ്മുടെ മനസ്സജന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കുട്ടുമണിയും മനസ്സജനും ചേർന്ന് ഒരു പച്ചക്കറി കട തുടങ്ങുന്ന കാര്യം? ഓ, മനസ്സജന്റെ ഏത് കാര്യത്തിനും നിർദ്ദേശിയും വഴികാട്ടിയും ഉപദേശിയും ഒക്കെ ആണല്ലോ ഞാൻ. ഈ പൊള്ളാച്ചി ഞങ്ങളുടെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണല്ലോ. അതെങ്ങനെയോ ഈ മനസ്സജൻ മനസ്സിലാക്കി. പാർട്ടി ഇടപെട്ട് പച്ചക്കറി വലിയ ലാഭത്തിൽ എടുത്തു തരണമെന്ന് മനസ്സജൻ. പൊള്ളാച്ചിക്ക് നേരിട്ട് പോകാതെ കഴിയില്ലെന്ന് ഞാനും. മെമ്പറെ, കറിവേപ്പിലയുടെ വിലയുണ്ടോ നിങ്ങളുടെ പാർട്ടിക്ക്? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ മനസ്സിനെ ചുമക്കുന്നത്? ഇവിടെ വിളിച്ചപ്പാടെ ഈ കറിവേപ്പില എല്ലാ കറിയിലും ചേരും. എടുത്ത് ചൂപ്പിട്ട് കരയിലോട്ട് കയറ്റി വയ്ക്കത്തേ ഉള്ളൂ. എടോ, പാർട്ടിക്ക് ഞാനും എനിക്ക് പാർട്ടിയും വലുതാണെന്ന് മനസ്സജനറിയാം. ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോ കൊലഷ്ട് വർത്തമാനം പറയരുത്. മാനസികന് പച്ചക്കറി എടുക്കാൻ മെമ്പർ പോവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പോകുന്ന എന്തിനാണെന്ന് നമുക്കറിയാം. ഈ ഇടപാടിൽ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയല്ല. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് വെളിപ്പെടുന്നത്. എടോ, പല ഇടപാടിനും കമ്മീഷൻ അടിച്ചിട്ടുള്ളവനായി ഞാൻ. ഇത് നമ്മുടെ മനസ്സജന്റെ കാര്യമാ. അയാൾ ഒരു കച്ചവടം തുടങ്ങി നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സന്മനസ്സുള്ള ഒരു പൊതുപ്രവർത്തകനായി ഞാൻ. പിന്നെ തുറന്നു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഒരു പാവത്തിനെ ആത്മാർത്ഥമായി സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഞാൻ. വെളിച്ചപ്പാടിന്റെ ചൊറിയുന്ന വർത്തമാനം കേട്ട് ഞാനിവിടെ നിന്നാൽ ഈ വെളിച്ചപ്പാടിനെയും കൊല്ലും, ഞാനും ചാകും. അതുകൊണ്ട് വെളിച്ചപ്പാട് ചായ തണുക്കുന്നതിന് മുമ്പ് എടുത്തു കുടിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. ചെല്ലേ പോ. എന്തൊരനുസരണം! ഷെടാ, ഇത്രയും തെരുവ് നായ്ക്കൾ ഇവിടെ ഉണ്ടായിട്ടും ഒരൊറ്റ എണ്ണത്തിന് പോലും വെളിച്ചപ്പാടിനെ വേണ്ടല്ലോ. അതെങ്ങനാ? പട്ടെടുത്ത പട്ടി കടിക്കുവോ? മെമ്പർ ഇതുവരെ പോയില്ലേ? ഓ, മനസ്സിനെ നേരിക്കണമെന്ന് ഞാൻ എങ്ങനെ പോകാനാ? പിച്ചള ബസ് സ്റ്റാൻഡിലേക്ക് പോയിരിക്കുവാ. പിച്ചള പൊക്കോട്ടെ. മനസ്സിനെ നേരിട്ട് കണ്ട് പണം വാങ്ങി ഭദ്രമായി സൂക്ഷിച്ചോണ്ടല്ലേ എനിക്കിവിടെ തിരിക്കാൻ പറ്റൂ. കാശ് ഞാൻ പിച്ചള ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല മനസ്സില. ഈ ബാഗിനകത്ത് കാശിരിക്കുമായിരുന്നല്ലോ. പിച്ചളയുടെ കയ്യിൽ ആ പണം ഭദ്രമായിരിക്കും മെമ്പറെ. മെമ്പർ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്നാ പിന്നെ പിച്ചള ഞാൻ ശ്രദ്ധിച്ചോളാം. മെമ്പറെ, ഈ യാത്ര എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ? എല്ലാം അറിയാൻ മനസ്സില. പൊള്ളാച്ചിയിൽ ഞങ്ങളൊന്ന് എത്തിക്കോട്ടെ. അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. എൻ്റെ കുട്ടുവിന് വേണ്ടിയ ഈ യാത്ര ദൈവമായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടത്തി തരും. എന്നാലും വലിയ കച്ചവട സ്ഥലമായോണ്ട് പറയുക, പൊള്ളാച്ചി നന്മയുള്ളവനും കെട്ടവനും ഉണ്ടാവും. ചതിക്കപ്പെടാതെ നോക്കിയോണേ. എന്റെ മനസ്സില, കേരളത്തിലെ ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള സർവ്വ മലയാളികളും അന്യനാട്ടിലുള്ള പച്ചക്കറി നിന്നാ കഴിയുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിന്ന് പച്ചക്കറി വിളവെടുത്തെന്ന് പറഞ്ഞാലും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കുള്ള 70% പച്ചക്കറി വരുന്നതും അന്യനാട്ടിൽ നിന്നാണ് മനസ്സില. അവരെ പോലെ നമ്മളും അങ്ങ് വിശ്വസിച്ചാൽ മതി. പിന്നെ ഞങ്ങളുടെ പാർട്ടി എന്ന് അധികാരത്തിൽ വരുന്നോ അന്ന് മാത്രമേ ഈ നാട് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടൂ. എന്നാ പിന്നെ സമയം കളയേണ്ട മെമ്പറെ. പിച്ചള ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മെമ്പറെ കാണാതെ മുഷിയും. മനസ്സിലാ. പിന്നെ ബസ് പുറപ്പെടുന്നതിന് മുമ്പ് വിളിക്കാം. ശരി, ആയിക്കോട്ടെ. ശരി ശരി. കുട്ടുവിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയത്. ജീവിതത്തിൽ അങ്ങനെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. എൻ്റെ കുട്ടു ഒരു മുതലാളിയാവാൻ പോവുക. ദൈവമേ കാത്തോണേ. പൊള്ളാച്ചിക്ക് പോവാ ഞാൻ. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ. എന്തിനാ പൊള്ളാച്ചിക്ക് പോകുന്നത്? പച്ചക്കറിക്ക് വേണ്ടി. പച്ചക്കറി ഇവിടെ കിട്ടില്ലേ? പിന്നെന്തിനാ പൊള്ളാച്ചി വരെ പോകുന്നത്?
ഏയ് ഇത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിക്കല്ല, കച്ചവടത്തിന് വേണ്ടിയാ. മനസ്സിജമ്പായുടെ മുൻകൈയിൽ ഒരു പച്ചക്കറി കട തുടങ്ങാൻ പോവുക. ഉം. ഞാനും പങ്കാളിയാ അതില്. എന്റെ ഒരു പഴയ പരിചയക്കാരനുണ്ട് പൊള്ളാച്ചിയിൽ. പുള്ളിക്കാരൻ അവിടെ ഇപ്പൊ വലിയൊരു പച്ചക്കറി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന് പുള്ളിക്കാരനെ കണ്ട് ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറി എടുക്കണം. പരിചയക്കാരായതുകൊണ്ട് വിലക്കുറവിൽ പച്ചക്കറി കിട്ടും. അതിനാ ഞാൻ തന്നെ പോകുന്നത്. സിജനം വരുന്നില്ലേ? മനസ്സിജമ്പായിക്ക് കട തുടങ്ങണതിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഇവിടെ. ഓ, പിന്നെ പൊള്ളാച്ചിന്ന് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ? ഒന്നും വേണ്ട. വേണ്ടാഞ്ഞിട്ട് തന്നെയാണോ? അതോ സാധാരണ പറയണ പോലെയാണോ? അല്ല, വേണ്ടാഞ്ഞിട്ട് തന്നെയാ. എല്ലാം ഉണ്ട് ഇവിടെ, പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇങ്ങനെ ചോദിക്കാനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല. ഒരാളായപ്പം വാങ്ങിച്ചു കൊടുക്കാനൊരാശ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ. അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന്. എന്റെയും സ്ഥിതി അത് തന്നെയാ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എനിക്കും ആളുണ്ടായിരുന്നില്ല. ആ, അപ്പൊ രണ്ടാളും ഒരേ തൂവൽ പക്ഷികളാ. നന്നായി. അവിടെ ചെന്നാ എന്റെ മനസ്സ് തോന്നുന്നത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവരാം. ആ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും വരുന്നുണ്ട് പൊള്ളാച്ചിയിലേക്ക്. അയാള് ബസ് സ്റ്റാൻഡിൽ കാത്തുക്കും. ഞാൻ ഇറങ്ങട്ടെ. ഉം. അതെ, ശിവണ്ണനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലേ? ഉറങ്ങാൻ കിടന്ന് കണ്ണടച്ച തെളിയുന്നത് ശിവണ്ണന്റെ മുഖം. വിവാഹത്തിനു മുമ്പ് ശിവണ്ണൻ എത്തുമായിരിക്കുമല്ലേ? കല്യാണപ്പന്തൽ കയറുന്നതിന് മുമ്പ് ശിവണ്ണന്റെ അനുഗ്രഹം വാങ്ങണം. ശിവണ്ണനോട് മുൻകൂട്ടി പറയാതെ എല്ലാം നിശ്ചയിച്ചതിന് ആദ്യം ചൂടാവും. എന്ത് കാര്യത്തിനായാലും അത് പതിവാ, പിന്നെ തണുത്തോളും. സിജണ്ണന്റെ മുമ്പിൽ അധികമൊന്നും ആള് കളിക്കില്ല. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. ശിവണ്ണനിങ്ങ് വരട്ടെ, എനിക്ക് ചിലത് പറയാനുണ്ട്. സിജണ്ണനെ പോലെ ഒരു അണ്ണനില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അതാണ് ദൈവനിശ്ചയം എന്ന് പറയണത്. ഓരോ അരിമണിയും ആര് ഭക്ഷിക്കണമെന്ന് അതിൽ ദൈവം കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും എങ്ങനെ എന്തൊക്കെയായി തീരണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? എവിടെയോ കിടന്നിരുന്ന ഞാൻ ഇവിടെ എത്തി, ആരുടെക്കോ കൂടെ. യാതൊരു മുൻവിധിയില്ലാതെ ശിവാനി ഇവിടെ എത്തി. അതൊരു വിവാഹത്തിലെത്തുന്നു. എല്ലാം യാദൃച്ഛികല്ലേ? അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കാന്ന് പോലും പറയാനൊക്കില്ല. നമുക്ക് കണക്ക് കൂട്ടാം, പക്ഷെ നടക്കുക ഈശ്വര കൽപ്പന പോലെയായിരിക്കും. എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവം തരുന്നത് കയ്യും നീട്ടി സ്വീകരിക്കുക, അത്ര തന്നെ. ഹലോ മെമ്പറേ, മെമ്പർ അവിടെ? ഹാ, മെമ്പർ ബസ് സ്റ്റാൻഡിലെത്തിയോ? ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്ക്. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇല്ലില്ല, താമസിക്കില്ല മെമ്പറേ. ഞാൻ ഉടനെ തന്നെ എത്താം. നിങ്ങളൊരു ചായ കുടിച്ച് തീർക്കണ താമസം അത്രേ ഉള്ളൂ. ആ ശരി. കുട്ടു കുട്ടു
കുട്ടു ആ അപ്പച്ചമ്മേ കുട്ടു എവിടെ? കുട്ടിമണി അപ്പുറത്ത് പച്ചക്കറി നട്ടെടുത്ത് പോയി. ആ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുക. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ ചെടികൾ വേഗം വളർന്ന് കായ്ക്കുമെന്നാണ് കുട്ടിമണി കരുതിയിരിക്കുന്നത്. ആ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മളായിട്ട് അവളുടെ ഉത്സാഹം കളയണ്ട. സിജ, പിച്ചള പൊള്ളാച്ചിക്ക് പോയോ? ആ പോയി. നമ്മുടെ മെമ്പറും കൂടെ പോയിട്ടുണ്ട്. രണ്ടാളും ഇപ്പൊ ബസ് കയറി കാണും. അല്ല, അവിടെ കടയുടെ പണിയൊക്കെ എന്തായി? നടന്നുകൊണ്ടിരിക്കുക. തട്ടടിക്കുന്നതിന് മുമ്പ് ഒന്ന് മൊത്തത്തിൽ പെയിന്റ് അടിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാ. ഭായ്, മനസ്സുജൻ ഭായ്, എല്ലാം പോയി ഭായ്, എല്ലാം പോയി. എന്താ വിച്ചളെ, എന്താ പറ്റിയേ? പിച്ചള പൊള്ളാച്ചിയിലേക്ക് പോയില്ലേ? ബസ് സ്റ്റാൻഡിലേക്ക് പോണ വഴിക്ക് രണ്ടുപേര് ചാടി വീണ് കയ്യിലുണ്ടായിരുന്ന പൈസ തട്ടിക്കൊണ്ടുപോയി. പിച്ചളെ പിച്ചളെ എന്തായി പറയുന്നേ? സത്യഭായ്, എന്നെ അടിച്ചിട്ട് പൈസയും കൊണ്ട് പോയി. യോ, എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെറുത്തു നിന്നു. പക്ഷെ അവന്മാര് അതും കൊണ്ട് പോയി. എന്റെ പരുത്തിക്കാവിലമ്മേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ലോൺ എടുത്ത പൈസ പോയെന്നോ? പിച്ചളെ ആരൊന്നും വല്ല പിടിയുണ്ടോ പിച്ചളെ? ഇല്ല ഭായ്, മുഖം മൂടിക്കാരായിരുന്നു. എന്റെ കയ്യിൽ നിന്നാണല്ലോ പണം പോയെന്ന് ഓർക്കുമ്പോ. കുട്ടിമണി ഇപ്പൊ ഇതറിയണ്ട. സന്തോഷിച്ചിരിക്കുമ്പോ ഇതറിഞ്ഞ സഹിക്കാനാവില്ല എന്റെ കുട്ടിക്ക്. എന്താ എന്താ ഇവിടെ? പിച്ചളയുടെ കയ്യിൽ നിന്ന് ആരോ പണം തട്ടിക്കൊണ്ടുപോയി ബാലേട്ട. പണം തട്ടിക്കൊണ്ട് പോയെന്നോ? എന്താ പിച്ചളെ? അതെ ബാലേട്ടാ, പൊള്ളാച്ചിക്ക് പോവാനായി ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവായിരുന്നു. വഴിയിലൊരിടത്ത് വെച്ച് രണ്ട് മുഖം മൂടിക്കാര് ചാടി വീണ് എന്നെ പിടിച്ചു. അവന്മാര് പണം കൊണ്ട് പോയി. എന്റെ ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യ? എന്റെ കയ്യിൽ നിന്നാണല്ലോ. നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്താ പിച്ചളെ? പിച്ചള വേണോന്ന് വിചാരിച്ച് ചെയ്തതൊന്നും അല്ലല്ലോ. നമുക്ക് കണ്ടുപിടിക്കാം. സമാധാനിക്കാം. ഇതെന്തൊരു വിധിയാണ്. എല്ലാം നേരെയായെന്ന് കരുതി നിൽക്കുമ്പം 5-10 രൂപയാണോ? 2 ലക്ഷം രൂപയല്ലേ പോയത്? ഓർക്കുമ്പം തന്നെ ശരീരമാകെ വിറയിൽ കയറുക. എന്റെ ഭഗവതി, ഇത് വിധിയും ദൈവത്തിന്റെ കളിയൊന്നുമല്ല. നമ്മൾ ആരും സന്തോഷത്തോടെ ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അവരുടെ കളിയാ ഇത്. സീത ആരെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആരെന്ന് കൃത്യമായി അറിയില്ല. പക്ഷെ ആരോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്റെ കയ്യിൽ നിന്നാണല്ലോ പൈസ പോയത്. അതെന്റെ പിടിപ്പ് കേടാന്ന് കരുതിക്കോളാം ഞാൻ. ആ പൈസ ഞാൻ തരും. പിച്ചളെ, ഈ സംഭവിച്ചത് പിച്ചളയുടെ പിടിപ്പുകേടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പേരിൽ പിച്ചള സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പൈസ തട്ടിയെടുത്തതിന് പിന്നിൽ ആരായാലും നമ്മളത് കണ്ടെത്തിയിരിക്കും. ഭായ്, എന്താ എല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അതെ, നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പച്ചക്കറികളൊന്നും ഉപയോഗിക്കാൻ നമുക്ക് യോഗല്ല കുട്ടിമണി പെങ്ങളെ. അതെന്താ? പിച്ചള എന്തിനാ വിഷമിക്കുന്നേ? മോളെ, പച്ചക്കറിയുടെ കാര്യത്തിന് പിച്ചള പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്ക് പിച്ചളയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയേറെ തട്ടിക്കൊണ്ടുപോയി. അയ്യോ മനുഷ്യ, എന്താ? കുട്ടു പിച്ചളെ അടിച്ചിട്ടിട്ടാ ആ പൈസ തട്ടിപ്പറിച്ചെടുത്തത്. അയ്യോ, പിച്ചള അടിച്ചപ്പോ പിച്ചളക്ക് വേദനിച്ചോ? അതൊന്നും എനിക്കൊരു വേദനയല്ല കുട്ടിമണി പെങ്ങളെ. പൈസ പോവാതെ നോക്കാൻ പറ്റിയില്ലല്ലോന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. മോള് വിഷമിക്കണ്ട. ആ പൈസ നമുക്ക് കണ്ടെത്തിയെടുക്കാം. പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ, പൈസ പോയാലും നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടുതന്നെ ആർക്കും പറ്റത്തില്ലല്ലോ. അതെ, പിച്ചളയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തവന്റെ തലയിൽ ഇടുത്തി വീഴും. അതെ, ഇടുത്തി വീഴണം. അതിനു വേണ്ടി ഞാൻ മാടനപ്പനോട് പ്രാർത്ഥിച്ചോളാം. എന്റെ കയ്യിൽ നിന്ന് പൈസ പോയാല് കുട്ടിമണി പെങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അതിന് പിച്ചള അല്ലല്ലോ പൈസ കളഞ്ഞത്, ആരോ കൊണ്ടുപോയതല്ലേ. അപ്പൊ അവരോടല്ലേ ദേഷ്യം തോന്നണ്ടേ? പിച്ചള വിഷമിക്കണ്ട കേട്ടോ. ഉള്ളു നിറയെ കുറ്റബോധം ഉണ്ടെങ്കിലും കുട്ടിമണി പെങ്ങളുടെ ഈ വാക്കുകൾ ഇത്തിരി ആശ്വാസം തരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി. മനസ്സിലാ?
ബാലേട്ട, ഈ സംഭവത്തിൽ ഞാൻ ദൈവത്തെയോ വിധിയോ കുറ്റം പറയില്ല. തെറ്റുപറ്റിയത് നമ്മുടെ ഭാഗത്ത് തന്നെയാ. നമ്മുടെ ഭാഗത്തെന്ന് പറഞ്ഞ സിജന്റെ ഭാഗത്ത്. സീതേ, സിജൻ എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ? പിച്ചളയെ സിജൻ അന്ധമായി വിശ്വസിച്ചു. അതാണ് പ്രശ്നം. ദേ, ഈ പണം തട്ടിക്കൊണ്ടുപോകൽ പിച്ചളയുടെ ഒരു നാടകമാണെന്നാ എനിക്ക് തോന്നുന്ന ബാലേട്ട. സീതേ, അതേ ബാലേട്ട, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പിച്ചളയുടെ കളിയാവാനാ സാധ്യത. അല്ലാതെ പട്ടാപ്പകൽ ഇങ്ങനെ ഒരു പിടിച്ചു പറി നടക്കൂ? പക്ഷേ പിച്ചള അങ്ങനെയൊക്കെ ചെയ്യൂ? എന്താ ചെയ്തൂടാത്തെ? ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി അക്രമികൾ പണം തട്ടിയെടുത്തു എന്നല്ലേ പിച്ചള പറഞ്ഞത്? അതാണെങ്കിൽ വേറെ ആരും കണ്ടിട്ടുമില്ല. ഇതെങ്ങനെ വിശ്വസിക്കും ബാലേട്ട? സീതേ, ഇന്നത്തെ കാലമല്ലേ, എന്തും നടക്കും. 6 വയസ്സുകാരിക്കും 60 വയസ്സുകാരിക്കും വരെ രക്ഷയില്ലാത്ത കാലമാ. പണത്തിന് വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത കാലമാ. അല്ല, അതൊക്കെ ശരിയാണ് ബാലേട്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പിച്ചളയുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള വിവരം പുറത്താർക്ക് അറിഞ്ഞൂടല്ലോ. നമുക്കും പിച്ചളയ്ക്കും പിന്നെ മെമ്പർക്കും മാത്രം അറിയാവുന്നതല്ലേ ഈ കാര്യം? പിന്നെങ്ങനെയാ അജ്ഞാതർ വന്ന് പിച്ചളയെ ആക്രമിച്ച് പണം തട്ടിയെടുത്തോണ്ട് പോയത്? സീതെടുത്തി പറയുന്നത് ഞാൻ കേട്ടു. ഒരിക്കലും പിച്ചള അങ്ങനെ ഒരു ചതി ചെയ്യില്ല, അക്കാര്യം ഉറപ്പാണ്. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാ പിച്ചള. അങ്ങനെയുള്ള പിച്ചളയെ സംശയിച്ച ദൈവം പോലും പൊറുക്കില്ല. പണവാ, അത് കൈക്കലാക്കാൻ ആരും എന്തും കാണിച്ചെന്നിരിക്കും. പക്ഷെ പിച്ചള ഇല്ല സീതെടുത്തി. അന്യന്റെ മുതൽ പിച്ചള ആശിക്കില്ല. റോഡിൽ കിടന്ന് ഒരു 10 രൂപയുടെ നോട്ട് കണ്ടാൽ പോലും എടുക്കാൻ പിച്ചളയൊന്നും മടിക്കും. സീതെടുത്തിയുടെ വായിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായെന്നറിഞ്ഞ തകർന്നു പോവും പിച്ചള. ഇതിവിടം കൊണ്ട് നിർത്തിയേക്ക് സീതെടുത്തി. സിജൻ പറഞ്ഞതാ ശരി. ഇതിവിടം കൊണ്ട് നിർത്തണം. ഇനി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവരുത്. എനിക്ക് പറയാൻ അവകാശം ഉള്ളതുകൊണ്ടാ ഞാൻ പറയുന്നത്. അതുപോലെ ലോൺ എടുത്തിരിക്കുന്നത് എന്റെ പേരിലാ. അത് കുറച്ചൊന്നുമല്ല, 2 ലക്ഷം രൂപയാ. ആ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓരോ ന്യായങ്ങൾ പറഞ്ഞങ്ങ് പോവാ. ലോണിന്റെ കാര്യത്തിൽ സമാധാനം പറയേണ്ടതേ ഞാൻ മാത്രം. എന്താ പിച്ചളെ നമുക്ക് മാത്രം ഇങ്ങനൊരു ഗതികേട് വരുന്നത്? എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാ. എല്ലാം എന്റെ കുഴപ്പമാണല്ലോ. അതെങ്ങനെയാ പിച്ചളയുടെ കുഴപ്പമാവുന്നേ? പിച്ചള അറിഞ്ഞുകൊണ്ടെന്നല്ലോ. അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കണ്ടെന്ന് എനിക്ക് അറിയാം. പണം നഷ്ടപ്പെട്ടതില് ഒരു മനസ്സറിവില്ല എനിക്ക്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട് പിച്ചളെ. ശിവാനിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇറങ്ങി വരുമ്പോഴാ സംഭവം നടന്നത്. അവിടുന്ന് ഇറങ്ങി വരുമ്പം മുഖംമൂടിക്കാര് പെട്ടെന്ന് ചാടി വീഴുമായിരുന്നു. യാതൊരു മുൻധാരണയില്ലാത്തതിനാൽ പതറിപ്പോയി ഞാൻ. എല്ലാം ഞൊടിയിടുകൊണ്ട് കഴിഞ്ഞു. എന്റെ കയ്യിന്ന പൈസ പോയെന്ന് ഓർക്കുമ്പോ പിച്ചളെ, ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം പിച്ചളെ? ആ പൈസയ്ക്ക് പിന്നാലെ പോയേ പറ്റൂ നമുക്ക്. കാരണം നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കാനുള്ള പൈസയായിരുന്നു അത്. നമ്മളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ പിച്ചളെ, നല്ല ഒന്നാന്തരം കുശാഗ്ര ബുദ്ധി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാര്? അതാണിപ്പോൾ അറിയേണ്ടത്. പിച്ചളെ, അത് വിനായകനായിരിക്കും. ആവാനും മതി. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാ, അതും വിനായകൻ വന്നതിന് ശേഷം. സംശയിക്കേണ്ട ബായ്, വിനായകൻ തന്നെയാ. ശിവാനിയെ വിട്ടുകൊടുക്കാത്തതിന്റെ പകയും കൊണ്ട് നടക്കല്ലേ വിനായകൻ. അപ്പോൾ എന്ത് നെറുകേടും കാണിച്ചെന്നിരിക്കും. ഇവിടെ വന്നിട്ട് അങ്ങനെ ആളാവേണ്ട പിച്ചളെ. നമുക്ക് പോലീസിലൊരു പരാതി കൊടുക്കാം. വിനായക, നിനക്കുള്ള കുഴി നീ തന്നെ തോണ്ടിയിരിക്കുക. കളി അവസാനിപ്പിക്കാൻ സമയമായടാ.
മനസ്സിയോ? പൈസ പോയതിന്റെ വിഷമത്തിലാണോ? ഇങ്ങനെ വിഷമിച്ചിരുന്ന പൈസ കിട്ടുമോ? അത് പോട്ടെ മനസ്സിയോ. എങ്ങനെ പോട്ടേന്ന് വയ്ക്കും കുട്ടു? നമ്മൾ നെയ്തുകൂട്ടി സ്വപ്നമല്ലേ ഇല്ലാതായത്. ഓ, ഇല്ലാതായിട്ടൊന്നുമില്ല. പൈസ പോയാലും പച്ചക്കറി നമുക്കിവിടെ ഉണ്ടാക്കാമല്ലോ. അതിന് കുറച്ച് കാത്തിരുന്നാ പോരെ? പറയുന്ന പോലെ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല കുട്ടു. പച്ചക്കറിയൊക്കെ ആയി വരാൻ മാസങ്ങൾ പിടിക്കും. കാത്തിരുന്ന് കിട്ടിയൊരു കച്ചിത്തുരുമ്പായിരുന്നു, അതാ പോയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്റെ ഈ നെക്ലേസ് എടുത്ത് വിറ്റിട്ട് പൈസ ആക്കിക്കോ. ഇതില്ലെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുട്ടു, കുഴപ്പമുണ്ട്. ഇതൊന്നുമില്ലാതെ എൻ്റെ കുട്ടുവിനെ കാണാൻ ഒരു ചന്തം ഉണ്ടാവില്ല. ഇതിവിടെ തന്നെ കിടന്നോട്ടെ. ഇതൊന്നും അല്ലാതെ വേറൊരു വഴി തെളിയും. നമുക്ക് മാടനപ്പൂപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. മാടനപ്പൂപ്പൻ ഒരു വഴി എന്തായാലും കാണിച്ചു തരും. പ്രാർത്ഥിക്കാം. പക്ഷേ സീതയെടുത്തി ഉണ്ടാക്കിയ മുറിവുണക്കാൻ മാടനപ്പൂപ്പന് സാധിക്കില്ലല്ലോ. അല്ല, വല്യേച്ചി മനുഷ്യനെ എന്ത് ചെയ്തു? എന്നെയല്ല കുട്ടു ചെയ്തത്, പിച്ചളയെ. പണം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സീതയെടുത്തിക്ക് പിച്ചളയാണല്ലോ സംശയം. പിച്ചള നടത്തിയ നാടകമായതെന്നാ സീതയെടുത്ത് ഇപ്പോഴും കരുതി വച്ചിരിക്കുന്നത്. പിച്ചള അങ്ങനൊക്കെ കാണിക്കുമോ മനുഷ്യ? ഇല്ല കുട്ടു. പക്ഷേ സീതയെടുത്തേക്ക് അത് ബോധ്യപ്പെടുന്നില്ലല്ലോ. തന്റെ പ്രാണം കളയേണ്ടി വന്നാലും പിച്ചള വഞ്ചന കാണിക്കില്ല. അതെ, എനിക്ക് ഉറപ്പുണ്ട്. വല്യേച്ചിക്ക് മാത്രം എന്താ അത് മനസ്സിലാവാത്ത? അറിയില്ല. കുട്ടു പറഞ്ഞതുപോലെ പൈസ പോയെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം. എന്നാലും ഇതും പോട്ടേന്നങ്ങ് വെക്കാം. വല്യേച്ചൊന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിച്ചള പൈസ എടുത്തു എന്നൊന്നും ആവത്തില്ലല്ലോ. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എണീറ്റ് വന്നേ. വാ, എനിക്ക് മനുഷ്യ, എന്റെ മനുഷ്യനല്ലേ. വാ വാ, കുട്ടുവിനെയാ വിളിക്കുന്നേ. വാ. ആരുമില്ല ഇവിടെ? ആരുമില്ലേത്? വീട്ടുകാരെ, സുഭദ്രാമേ, എല്ലാം ചത്തുപോയോ? ആ മനസ്സേജനോട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാ ആ പൈസ എന്റെ തരാൻ. ആ മനസ്സേജൻ കേട്ടില്ല. പിച്ചളയുടെ കയ്യിലേ കൊടുക്കുള്ളൂ ഒരേ ഒരു വാശി. എന്നിട്ടിപ്പോ എന്തോ ആയി? 2 ലക്ഷം രൂപയൊക്കെ ഞാനും ഒത്തിരി കണ്ടിട്ടുള്ളതാ. പക്ഷേ മനസ്സേജന് എന്നെ വിശ്വാസം ഉണ്ടായില്ല. ഞാൻ എന്തെങ്കിലും തരികിട കാണിക്കുമെന്ന് പേടിച്ചിട്ടാ മനസ്സേജൻ പണം പിച്ചളയെ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ തരികിട കാണിച്ചത് ആരാന്ന്? മെമ്പർ ഇപ്പൊ ചാടി പിടിച്ചു വന്നെന്തിനാ? എരുതിയിൽ എണ്ണ ഒഴിക്കാനാണോ? അല്ല, എന്റെ മനസ്സിന്റെ ദണ്ണം ഒന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിട്ട് വന്നതാ. ഈ പണം മിസ്സാകൽ പിച്ചളയുടെ നാടകമാകാനാണ് സാധ്യത. 101%. പട്ടാപ്പകൽ നേരത്തെ പിച്ചളയെ പോലെ ഒരാളെ അടിച്ചിട്ടിട്ട് പണം തട്ടിക്കൊണ്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോന്ന് എനിക്ക് പറ്റത്തില്ല. ചുളുവിൽ 2 ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? കിട്ടിയ അവസരം പിച്ചള ശരിക്കങ്ങ് മുതലാക്കി. ഇത് പിച്ചള നടത്തിയ നാടകമാണെന്ന് ഇത്ര തർപ്പിച്ച് പറയാൻ എന്ത് തെളിവാണുള്ളത്? അത് പിന്നെ അങ്ങനെ എടുത്തു കാണിക്കാനുള്ള തെളിവൊന്നുമില്ല. പിന്നെ ഇത്തരം കളികളൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. മെമ്പർ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പിച്ചള അങ്ങനെയൊന്നും ചെയ്യില്ല. അയ്യോ, പിച്ചള അങ്ങനെയൊന്നും ചെയ്യൂല. ഉള്ള കുട്ടിയല്ലയോ, പാവം. അവൻ ചെയ്യും. അതാ പിച്ചളയുടെ മിടുക്ക്. വഴിയേ നിങ്ങളൊക്കെ മനസ്സിലായിക്കൊള്ളും. വലിയ കുമ്പത്തെ പിച്ചള. കണ്ടോ, ഞാൻ സംശയിച്ചത് തന്നെയാ മെമ്പറും പറഞ്ഞത്. ഈ സംഭവത്തിൽ പിച്ചളയ്ക്ക് കാര്യമായി എന്തോ പങ്കുണ്ടെന്ന കാര്യം ഉറപ്പാ ബാലേട്ടാ. സീതേ, നീ വീണ്ടും അതിപ്പിടിച്ച് തൂങ്ങണ്ട. വെറുതെ ഒരു ഊഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാ അത് പിന്നെ തിരുത്താൻ പറ്റാതെ വരും. ബാലൻ പറയുന്നതിൽ കാര്യമുണ്ട് മോളെ. കൃത്യമായി അറിയാതെ ആരെയും സംശയിക്കരുത്. അല്ല, മെമ്പർക്ക് എന്തും വിളിച്ചു പറയാം. അതുപോലല്ലോ നമ്മള്. ഒന്നൊഴിയാതെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം മനസ്സിനകത്തൊരു പിടച്ചില്. അടിക്കടി ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത്
എന്താണെന്നൊന്ന് പ്രശ്നം വെച്ച് നോക്കണം. നെല്ലും പതിരും തിരിച്ചറിയണം. അറിയാതെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ശരിയായൊരു ജീവിതം ജീവിച്ചു തുടങ്ങുക ഞാൻ. ദൈവം അതില്ലാതാക്കരുത്. ആരുടെയും ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. മനസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്കും എൻ്റെതായൊരു ജീവിതം ജീവിക്കണം. അതിനെനിക്ക് ശിവാനി വേണം. ഒന്നും വേണ്ട, ശിവാനിയെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മാത്രം മതി. ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. ഇല്ലാത്തൊരു ശിവാനിക്ക് വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. എന്റെ കയ്യിന്ന് പണം തട്ടിയെടുത്തതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. പണം തട്ടിയെടുക്കലൊന്നും എൻ്റെ ലിസ്റ്റിലില്ലാത്ത പരിപാടിയാ. പണം എത്ര വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരാം. പണം കൊണ്ട് അളക്കാൻ നോക്കരുത് ഈ വിനായകനെ. ആ, അളക്കലും തൂക്കലൊക്കെ പോലീസുകാർ ചെയ്തോളൂ. ഓഹോ, അങ്ങനെയാണോ? ശരി, നടക്കട്ടെ. പോലീസ് വരട്ടെ. പോലീസിനോട് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. ആരോ കൊണ്ടുപോയ പണത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ പുറകെ. എനിക്ക് വേണ്ടുന്ന എന്റെ ശിവാനിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ പിന്നാലെ. അതിനിടയിൽ പോലീസും. കൊള്ളാം. ഇതിനിടയിൽ പെടുന്നത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ റേഞ്ചിലുണ്ടായിരുന്ന ശിവാനി ഇപ്പോ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുക. എന്റേതായ സോഴ്സ് വെച്ച് ഞാനത് പരിശോധിച്ചു. ശിവാനിയുടെ ഫോൺ പല വഴികളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശിവാനിയെ നിങ്ങൾ എവിടേക്കോ കയറ്റിവിട്ടു. അതല്ലേ സത്യം? ശിവാനിയെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ നല്ല മനസ്സ് കാണിച്ചാൽ നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ എനിക്ക് സഹായിക്കാനായേക്കും. എനിക്ക് വേണ്ടത് നിങ്ങൾ തരണം, നിങ്ങൾക്ക് വേണ്ടത് ഞാനും തരും. തരണ്ട നിങ്ങൾ, പോലീസ് വാങ്ങിച്ചോളും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല മനസ്സിലാ. സംഭവിക്കോ ഇല്ലയെന്നൊക്കെ വഴിയെ കാണാം നമുക്ക്. നിനക്കിത് കുട്ടിക്കളിയായിരിക്കും, ഞങ്ങൾക്കിത് ജീവൻ മരണ പോരാട്ടം. പതിവിച്ചല്ലേ പറഞ്ഞത്. ഇനി പറയാനുള്ളതും ചോദിക്കാനുള്ളതൊക്കെ പോലീസിന് വിട്ടുകൊടുക്കാം. വാ. അങ്ങനെ തന്നെ വേണം. പിടിക്ക്, വിടരുത്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓടിക്കോ, ഓടിക്കോ. പിടിച്ചോ, ആടങ്ങോട്ട്. മോളെ, ഇത് കഴിക്ക. കഴിക്കും മോളെ. അയ്യേ, ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ കഴിച്ചാ മതി. മോളെ, ഞാൻ കഴിച്ചതാ. ആഹാ, ഇനിയും കഴിച്ചോ, കഴിച്ചോ. തടിച്ച് തടിച്ച് വലിയ ഭണ്ഡാരമായിട്ട് വരട്ടെ. ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല. എന്താ അച്ഛൻ വന്നോ? അച്ഛാ, ഇത് കണ്ടില്ലേ? ഇവര് നല്ലതെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്ക് മോശം ഉണ്ടാക്കി തരുന്നു. ഇവളിതൊക്കെ വെറുതെ പറയുന്നതാ. ഇവിടെ രണ്ട് രീതിയിലൊന്നും ഫുഡ് ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ രണ്ടാൾക്കും ഒന്ന് തന്നെയാ. എനിക്കിത് വേണ്ട അച്ഛാ, എനിക്കിത് വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട. ഇന്നത്താ, ഇത് പിടിക്കും. മോക്ക് അച്ഛന് വേറെ നല്ല ഭക്ഷണം വാങ്ങിച്ചു തരാം. ഹായ്. ഞാനും വരാം. എങ്ങോട്ട്? നിങ്ങളുടെ കൂടെ. ഞങ്ങളുടെ കൂടെ അങ്ങനെ ആരും വരണ്ട. ഓ, വേണ്ടുന്നതും വേണ്ടാത്തതൊക്കെയായി മുമ്പ് ഒരുപാട് കഴിച്ചിട്ടില്ലേ? ഇനി ഒന്ന് റെസ്റ്റ് കൊടുക്കുക ശരീരത്തിന്. ആ ദുർമേധസ്സൊക്കെ ഒഴിഞ്ഞു പോട്ടെ. അങ്ങനെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴിഞ്ഞു പോയാൽ അത്രയും നല്ലത്. എന്നാ വാച്ച, നമുക്ക് വാ, പോവാം. വാ. അച്ഛാ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിരണേ. അങ്ങനെ പറയത്തക്ക ദോഷങ്ങളൊന്നും കാണുന്നില്ല.
കുടുംബദേവതയുടെയും പിതൃക്കളുടെയും അനുഗ്രഹവും കാവലും നിങ്ങൾക്കുണ്ട്. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ജോത്സരെ, എന്റെ ശാരദയും അച്യുതനും കുടികൊള്ളുന്ന മണ്ണാണിത്. ഒരു ദോഷവും ഇല്ലാത്ത മണ്ണിലാ ഈ വീട് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം ചെയ്തവരാ നിങ്ങള്. പിന്നെന്താണ് ജോത്സരെ അടിക്കടി തടസ്സങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് വേണ്ടി അനുവദിച്ചു കിട്ടിയ പണമാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദോഷങ്ങൾ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അതിനെന്ത് പരിഹാരക്രിയ വേണമെങ്കിലും ചെയ്യാം. 1-2 രൂപയല്ലല്ലോ ജോത്സരെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ അംഗങ്ങൾ വഴി തെറ്റുകുറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ വീടിന് ചുറ്റും ശത്രുവലയങ്ങൾ മൂടി നിൽക്കുന്നതായിട്ടാ കാണുന്നത്. ഒരേ മാർഗത്തിൽ ഒരാളിൽ നിന്ന് തന്നെ ആകണമെന്നില്ല. പല രൂപത്തിൽ പലരിൽ നിന്നാകാം ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ളവരാരും ഒരാളെയും ദ്രോഹിക്കുന്നവരല്ല. പിന്നെ ആരാണ് ജോത്സരെ ഈ വീടിന്റെ സമാധാനം കെടുത്താനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ശത്രു ആര് ഏത് എന്നൊക്കെ അറിയണം ജോത്സരെ. ഞങ്ങളിൽ ആരെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും അറിയണം. ശത്രുക്കൾ ഒളിഞ്ഞു തന്നെയാ കാണുന്നത്. ജോത്സരെ, ഈ പോയ കാശ് തിരിച്ചു കിട്ടുമോ നോക്ക്. അത് ഞങ്ങൾക്ക് തിരികെ കിട്ടണം. എങ്കിലേ ഞങ്ങൾക്ക് പച്ചക്കറി കട തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലേ വലിയേച്ചി? അതെ ജോത്സരെ, അത് തിരികെ കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ധനനഷ്ടത്തെക്കാൾ വലിയ കഷ്ടതകളാ കാണുന്നത്. ഈ അടുത്ത സമയത്ത് ദീർഘദൂര യാത്രകളൊന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും പോക്കുവരവുകൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. ജോത്സരെ, ഒരു ദീർഘദൂര യാത്രയ്ക്ക് ജോത്സരെ കൊണ്ട് തന്നെ മുഹൂർത്തം കുറിച്ച് കിട്ടിയതല്ലേ കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെയും ചോറൂണ്. അതിന് ഞങ്ങൾ കുടുംബസമേതം ഗുരുവായൂർക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുക. ആ ചടങ്ങ് അങ്ങനെ മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. മാറ്റിവെക്കേണ്ടത് മാറ്റിവെച്ചേ പറ്റൂ. ഒരു ദീർഘദൂര യാത്ര കുറച്ചു കാലത്തേക്ക് ഇവിടെ നിന്നുണ്ടാകാൻ പാടില്ലെന്നാ കാണുന്നത്. വരാനിരിക്കുന്ന ആപത്തുകളുടെ ദുരന്ത സൂചനയാ ധനനഷ്ടം. ചോറൂണിന് മുഹൂർത്തം കുറിക്കുമ്പോൾ ഇത്യാദി ദോഷങ്ങളൊന്നും തെളിഞ്ഞു കണ്ടില്ല. പക്ഷേ ഇപ്പോഴിങ്ങനെയൊക്കെ കാണുന്നതുകൊണ്ട് ചോറൂൺ ഉചിതമായ മറ്റൊരു സമയത്തേക്ക് മാറ്റുന്നതാ നല്ലത്. ആദ്യം ദോഷങ്ങളൊക്കെ മാറട്ടെ. യാത്രാക്ലേശങ്ങളും തടസ്സവും ഒക്കെ കാണുന്ന സ്ഥിതിക്ക് ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാലയും ദേവിക്ക് കുങ്കുമാർച്ചനയും കഴിക്കണം. പിന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല സമർപ്പിക്കണം. അതെന്ത് വേണമെങ്കിലും ചെയ്യാൻ ജോത്സരെ. ജലധാരയോ വെറ്റിലയോ അങ്ങനെ ഭഗവാന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ഏതർച്ചനയും ചെയ്തോളാം. എന്റെ കുഞ്ഞുങ്ങൾക്കൊരാപത്തും വരുത്താതിരുന്നാ മതി. ചോറൂണിന് മറ്റൊരു മുഹൂർത്തം എന്ന് പറയുമ്പോ അത് അധികം നീണ്ടു പോവില്ലേ? ചോറൂണ് ഗുരുവായൂർ വെച്ച് തന്നെ വേണമെന്നുണ്ടോ? ഈ വീട്ടിൽ വെച്ച് നടത്തിക്കൂടെ? ഇവിടെയോ? അങ്ങനെയെങ്കിൽ നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തം തിരുത്തണമെന്നില്ല. നല്ല മനസ്സ് തന്നെയാ അമ്പലം. ബാലൻ എന്തു പറയുന്നു? അതിപ്പോ പിന്നീട് സ്വസ്ഥമായിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അതല്ലേ നല്ലത്. സമയമുണ്ടല്ലോ. ആയിക്കോട്ടെ. എത്ര നന്മ ചെയ്താലും തിന്മ അതിന്മേൽ ആധിപത്യം നേടി നിൽക്കുന്ന കാലമായത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും നന്നായിരിക്കുക. പറഞ്ഞ പരിഹാരക്രിയകളൊക്കെ ചെയ്യുക. വലയം ചെയ്തിരിക്കുന്ന ശത്രുവിന്റെ ബലം ക്ഷയിക്കട്ടെ. ഈശ്വരന്മാരെ, ഇനിയെങ്കിലും ഈ അഗ്നി പരീക്ഷകൾ അവസാനിപ്പിച്ചൂടെ? എത്ര പേരുടെ സ്വപ്നവും പ്രതീക്ഷ ഞാൻ കാരണം ഇല്ലാതായത്. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ പണം കൈവിട്ട് പോവില്ലായിരുന്നു. പണം വീണ്ടെടുക്കാനുള്ള തണ്ടും തടിയുണ്ട്. പക്ഷേ എനിക്കെതിരെയുള്ള പഴി പറച്ചില ചങ്ക് തകർത്ത് കളഞ്ഞത്. പണം തട്ടിയെടുക്കാൻ ഞാൻ കരുതി കൂട്ടി നടത്തിയ നാടകാന്നാ പറച്ചില്. മെമ്പർ ഉൾപ്പെടെ പലരുപ്പം അതാ പാടി നടക്കണം. വയലോരം വീട്ടിലുള്ളവർ അത് കണക്കിലെടുക്കില്ലെങ്കിലും പറഞ്ഞു കേൾക്കുമ്പം ആരുടെയെങ്കിലും ഉള്ളിൽ തോന്നിക്കൂടായികയില്ല പറയണതിൽ സത്യല്ലേന്ന്. പണ്ടേ അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തിയിരുന്ന കാലത്ത് ഇങ്ങനൊരു അപവാദം കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതെ ജീവിക്കുമ്പോഴാ
അതാണ് സങ്കടം. പറയുന്നവർക്ക് അങ്ങനെ എന്തും പറയാലോ. സത്യം നമുക്കറിയാം, പിന്നെ ദൈവത്തിനും. ഇതിപ്പോ ഞാൻ കാരണം സംഭവിച്ചതുപോലെയാ എനിക്ക് തോന്നുന്നത്. എന്നെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോഴല്ലേ പണം തട്ടിക്കൊണ്ടുപോയത്. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ, പണവും പോവില്ലായിരുന്നു. എല്ലാ നിലയിലും ഞാനൊരു ഭാരമായി. ഹേ, എന്താ അത്? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇയാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും പറഞ്ഞത്. എന്റെ ഉള്ളിലെ വിഷമം പറഞ്ഞു തീർക്കണ്ടേ ആകെ ഉള്ളത് മനസ്സുജമ്പായ, പിന്നെ ഇയാളും. ശിവാനിയെ കാണാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടൊന്നല്ല പണം നഷ്ടമായത്. അതിന് പിന്നിൽ ആരോ കൃത്യമായിട്ട് കളിച്ചിട്ടുണ്ട്. ആരോ അല്ല, ആ വിനായകൻ തന്നെ. പണം തട്ടിയെടുക്കാൻ വന്നത് അയാളല്ല, പക്ഷേ അയാളുടെ കൈയുണ്ട് ഇതിന് പിന്നിൽ. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? എന്നോടുള്ള പകയും എന്നെ കിട്ടാത്തതിനുള്ള ദേഷ്യമല്ലേ അയാൾ തീർത്തത്? അങ്ങനെയാവുമ്പോ ഞാനല്ലേ കാരണക്കാരി? അതെങ്ങനെയാ ശിവാനി കാരണക്കാരിയാവുക? ഒന്നും മനസ്സിലാക്കുക. ശിവാനി ഒരു തരത്തിലും ഇതിൽ കാരണക്കാരി ആവണില്ല. എന്നെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞാലും ഇതിന്റെ നീറ്റില് എന്റെ ഉള്ളിലുണ്ടാവും. ഈ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതാ തെറ്റായത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് അറിയില്ലായിരുന്നല്ലോ. ഈ സ്വയം കുറ്റ ഏറ്റെടുക്കലും ഉണ്ടാവില്ല. പണം തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അയ്യപ്പൻകുട്ടി സാറായിരിക്കും അന്വേഷണത്തിന് വരിക. അയ്യപ്പൻകുട്ടി സാറ് നല്ല മനുഷ്യനാ, ഞങ്ങളെ വലിയ കാര്യ. അയ്യപ്പൻകുട്ടി സാറ് വിചാരിച്ച വിനായകനെ എളുപ്പം പൂട്ടാൻ പറ്റും. അതോടെ അയാൾ ഇവിടുന്ന് കെട്ടും കെട്ടി പോയിക്കോളും. നഷ്ടപ്പെട്ട നമ്മുടെ പണം തിരിച്ചു കിട്ടുകയും ചെയ്യും. വിനായകൻ എന്ന ശല്യം എന്നേക്കുമായി ഒഴിയുകയും ചെയ്യും. ഇനിയെങ്കിലും ഉള്ളിലെ നീറ്റൽ മാറ്റും. പൈസയുമായി പൊള്ളാച്ചിയിലേക്ക് പോവാനായി ഇവിടെ വന്ന് സംസാരിച്ചിറങ്ങുമ്പം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല. നമ്മുടെ കണക്കുകൂട്ടലിന് അപ്പുറത്താവും നടക്കുക എന്ന്. അങ്ങനെയല്ലേ നടന്നത്? നടക്കുന്നതും അങ്ങനെ തന്നെ. എന്ത് സംഭവിച്ചാലും അത് നമ്മൾ ധൈര്യമായിട്ട് നേരിടും. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. മനസ്സിലുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി. എങ്ങനെ നോക്കിയാലും നമ്മുടെ ഭാഗത്താ ശരി. ശരിയെ വിജയിക്കൂ. കാട് കയറി ഒരു ആലോചനയും വേണ്ട കേട്ടോ. എന്നാ ഞാൻ വരട്ടെ. എന്നാലും ഈ വീടിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രു ആരായിരിക്കും? മതികലയും അവളുടെ അമ്മയും തന്നെ. വേറെ ആരാ? ഈ വീട്ടിലുള്ളവരെ ദ്രോഹിച്ചതും കണ്ണീര് കുടിപ്പിച്ചതും അവരായിരുന്നില്ലേ? സമനില തെറ്റിയ മതികളെയും കൊണ്ട് അവരിറങ്ങി തിരിക്കില്ല സീതെ. ജോൽസിന് പറഞ്ഞിരിക്കുന്ന ശത്രു മറ്റാരോ. അതേ മോളെ, ബാലൻ പറഞ്ഞതുപോലെ മറ്റാരോ ഈ വീടിന്റെ സമാധാനം കെടുത്താൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ആരായാലും കണ്ണി കാണിച്ചു തരണേ. അത് എന്റെ അപ്പച്ചമ്മേ, മതികലയ്ക്കല്ലേ ഭ്രാന്തുള്ളൂ. അമ്മ അടങ്ങിയിരിക്കുന്ന അപ്പച്ചമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതും ഒരു കണക്കിന് നേരാണല്ലോ ബാല. സീതെ, അവർക്കൊറ്റയ്ക്ക് ആരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മതികലയായിരുന്നല്ലോ അവരുടെ പോരാളി. മാത്രമല്ല, അവരിപ്പോ പകപോക്കാൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മളോടുമല്ല, അവരുടെ ഭർത്താവ് തമ്പിസാറിനോട് തന്നെയാണെന്നല്ലേ സിജൻ പറഞ്ഞത്. തമ്പിയെ കഴുത്തറുത്ത് കൊന്നിട്ട് ഭ്രാന്തിയായ മകളുടെ മേൽ കുറ്റം കെട്ടിവെച്ചാ മതിയല്ലോ. അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അവരല്ലെങ്കിൽ പിന്നാരാ നമ്മുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നത്? അതാരാണെന്ന് സത്യസീതെ പിടികിട്ടാത്തത്. പ്രമാണം തമ്പിസാറിന്റെ കയ്യിൽ സിജൻ തിരികെ കൊടുത്ത കാര്യം എന്തായാലും മതികലയുടെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും. അതിനായിരുന്നല്ലോ അവർ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പ്രമാണം തിരികെ കിട്ടിയ നിലയ്ക്ക് അവരിനി നമുക്കെതിരെ കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇടയില്ല. മാത്രവുമല്ല, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും മതികല ഈ ഒരു വീട്ടിലെ ഒരു അംഗമായിരുന്നില്ലേ? ഇപ്പോഴത്തെ ശത്രു മതികല ആയിരുന്നെങ്കിൽ ജോത്സ്യരത് പറയുമായിരുന്നു. അതെ, ജോത്സ്യർ ആ വഴിക്കൊന്നും പോയതേ ഇല്ല. നകുലൻ ഇപ്പം നാട്ടിലുണ്ടോ ആവോ? അല്ല, അവൻ നിന്നെ കെട്ടണമെന്നും പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നല്ലോ. അല്ല, നിന്നെ കിട്ടാതെ പോയതിന്റെ വാശിക്ക് ഈ വീടിനെ ദ്രോഹിക്കണമെന്നും നശിപ്പിക്കണമെന്നും ഒക്കെ അവനിപ്പോ തോന്നിയിട്ടുണ്ടോ ആവോ? അപ്പച്ചമ്മേ, ആളിപ്പോ വീട്ടിലേക്ക് പോലും വരാറില്ലെന്നാ അമ്മ പറഞ്ഞത്. അപ്പൊ പിന്നെ ആരാ ബാല
രണ്ടും തുനിഞ്ഞിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? പണം നഷ്ടപ്പെട്ടത് ജോത്സ്യര് പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ സൂചനയാണെങ്കിൽ നമ്മളൊന്ന് കരുതിയിരിക്കണം. ഈശ്വരഭക്തിയും വിശ്വാസവും നിലനിർത്തി കഴിയുന്നവരല്ലേ നമ്മൾ. ഇപ്പൊ അവതരിച്ചിരിക്കുന്ന ഈ പുതിയ ശത്രു ആരാണെങ്കിലും ഈശ്വരൻ അവരെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. കൺമുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് കാണാൻ കഴിയാത്തതാണെങ്കിലോ ബാലേട്ട? Yeah.